പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്താണ്. ഏകദേശം 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് പിണർമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലുവ തൃപ്പൂണിത്തുറ മെയിൻ റോഡിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന യൂണീക്ക് ആയിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 4 സെൻറ്റ് 300 ലെങ്സ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു എലവേഷനാണ് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ മതിലിൻ്റെ പാറ്റേൺ ആണെങ്കിലും സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനായി കൊടുത്ത് ഭംഗിയായിട്ട് മതിലും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഫോൾഡി എന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ പോർച്ചിലേക്ക് വരികയാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോർച്ചിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലേക്ക് കൊടുത്ത് ഭംഗിയായിട്ടാണ് പോർച്ചും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസും കൂടിയാണ്. വെൽ വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഫ്രണ്ടിലേക്ക് വരാം. വീട് വരുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. മാത്രമല്ല സെറ്റ് ബാങ്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് പവർ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അതിനകത്തൊരു ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിനി വീടിനകത്തേക്ക് കയറുകയാണ്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ ഡോറ് വന്നുള്ളത്. ടീക്കൂടിൽ തീർത്ത നല്ലൊരു ഡോറ് വന്നിട്ടുണ്ട്. സിംഗിൾ ഡോറാണ്. നല്ല നിറത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. വെസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്. നോർത്ത് സൈഡിൽ കളറിന് ഒരു പാറ്റേൺ വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ടി യൂണിറ്റും കൊടുത്തിരിക്കുകയാണ്. വലിയൊരു TV നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു സെപ്പറേഷനാണ്. അതായത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ളൊരു സെപ്പറേഷനും കൂടിയാണ്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ഇട്ടിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് സൈഡിൽ 2 പാളി വീതം ഫ്രഞ്ച് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ സെപ്പറേഷനിലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത്. അതായത് ലിവിങ്ങിനും ഡൈനിങ്ങിനും വരുന്നൊരു സെപ്പറേഷനിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് കൗണ്ടറാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ, അതും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊരു മിറർ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. സെറിയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരാം. സ്റ്റെയറിനടിയിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. സ്റ്റെയറിനടി കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇൻവെർട്ടറും മറ്റു ക്ലീനിങ് ലോഷനും ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചണിൽ നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കൗണ്ടറാണ് എന്നുള്ളത്. നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. L ഷേപ്പിൽ നല്ല വലുപ്പമുള്ളൊരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്ലാബാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇത് കൂട്ടാവുന്നതാണ്. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് സെപ്പറേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. എത്ര വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സെപ്പറേഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്ക് വരികയാണ്. യൂട്ടിലിറ്റി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് സ്ലൈഡിങ് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. സൗത്ത് സൈഡിൽ പെരുമാറാനുള്ള കുറച്ച് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഹെഡ് പൊസിഷൻ ഈസ്റ്റ് സൈഡിലേക്ക് കൊടുക്കാവുന്നതാണ്. ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ പാറ്റേൺ ആണ് ഈ ഈസ്റ്റ് സൈഡിലെ ഭിത്തിക്ക് കൊടുത്തുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഫാന് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബെഡ്റൂം കൊടുത്തുള്ളത്. ബെഡ്റൂമിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയ വാർഡ്രോബ്സ് ആണ് കൊടുത്തുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം.
ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഇനി മിറർ വരാനുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് സെറയുടെ വന്നിട്ടുണ്ട്. സെറയുടെ തന്നെ ഒരു 2-way മിക്സഡ് ടാങ്ക് വന്നിട്ടുണ്ട്. ഷവർ ക്ലോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് താഴ്ത്തിയാണ് ഷവർ ഭാഗം ചെയ്തിട്ടുള്ളത്. ടൈല് വന്നിരിക്കുന്നത് ഫുള്ള് മാറ്റ് തന്നെയാണ്. ഫൈബർ ഡോറാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് താഴെ കിട്ടി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. വെസ്റ്റ് സൈഡാണ് 2 പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് എന്നുള്ളത്. നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതിൻ്റെ ബാത്റൂം വന്നിരിക്കുകയാണ്. സെയിം ബാത്റൂം തന്നെയാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, 3-way മിക്സഡ് ടാപ്പാണ്. റെയിൻ ഷവറും വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും എക്സോസ്റ്റും വന്നിട്ടുണ്ട്. മാറ്റ് ടൈൽ തന്നെ കൊടുത്തു. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. മാത്രമല്ല വുഡിൻ്റെ ടെക്സ്ചറിലുള്ളൊരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തുള്ളത്. നമുക്ക് മേലേക്ക് കയറാം. സൗത്ത് സൈഡിൽ ഒരു പെരഗോളാസ് വരുന്നുണ്ട്. ചെയ്ത ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ഭംഗിയായിട്ട് ഫോൺ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. 2 സെക്ഷനായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് വന്നിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫോൺ സീലിംഗ് വർക്ക് LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സ്പേസിലേക്ക് വരാം. ഇങ്ങനെ ഇവിടെ TV വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. താഴത്തെ അതേ കളർ പാറ്റേണിലുള്ളൊരു കളർ പാറ്റേൺ തന്നെയാണ് ഈ ഭിത്തിയിൽ വന്നുള്ളത്. നോർത്ത് സൈഡിൽ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അപ്പർ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. ഇങ്ങനെ അതിന് കൊടുത്തിരിക്കുന്ന ഡോറും ടീക്കൂട്ടിൽ തന്നെയാണ്. നല്ലൊരു ഡോറ് വന്നിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണി ആയിട്ടുണ്ട്. 3 ചെയറിടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. റോഡിനോട് അഭിമുഖമായിട്ടാണ് ബാൽക്കണി ഉള്ളത്. നല്ലൊരു ഫാന്, LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. 13 അടി നീളം, 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫോൺ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമുകൾക്കെല്ലാം റൂമിൻ്റെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കളർ പാറ്റേണിൽ. മാത്രമല്ല വാൾഡ്രോബ്സ് ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കുന്ന രീതിയിൽ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഫോൺ സീലിംഗ് വർക്കും ഫാനും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സെയിം കളർ പാറ്റേണിലുള്ള ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കളർ പാറ്റേണിൽ. മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയ വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത് 2x2. പിന്നെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലാഡർ 2 വശങ്ങളിലും ഹാൻഡിലോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു എൽ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പവർ പോയിൻറ്റും വാട്ടർ ലൈനും വന്നുള്ളത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. ഇവിടെയായിട്ട് വാഷ് ബേസിനും കൊടുക്കാനുള്ള വാട്ടർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് അടുത്തടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന സ്പേസ് ഉണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുകയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു യൂണീക്ക് ആയിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികൾ വരാനിരിക്കുന്നു. അപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഏരിയയും കൂടിയാണ്. അപ്പോൾ അവിടെയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമല്ല താമസിക്കാനും അനുയോജ്യമായിട്ടുള്ള സ്ഥലവും കൂടിയാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഫ്ലഡ് ഒട്ടും തന്നെ ബാധിക്കാത്ത ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു വീട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 83 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. 4 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ്, 1900 സ്ക്വയർ ഫീറ്റ്, 4 BHK,
ചോദിക്കുന്ന വില 83, അതും നെഗോഷ്യബിൾ. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.